നമ്മൾ നല്ലവരെന്ന് വിചാരിക്കുന്നവരിൽ നിന്നും നമുക്ക് മോശകാര്യങ്ങളും നമ്മൾ മോശമെന്ന് വിചാരിക്കുന്നവരിൽ നിന്നും നമുക്ക് നല്ല കാര്യങ്ങളും നടക്കാം. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബാനു. അപ്പം നമുക്കിന്ന് ഒരച്ചാറങ്ങ് ഉണ്ടാക്കി കളയാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ കേരമീനാട്ടോ. ഒരു ഫുൾ കേര എന്നുവെച്ചാൽ ഫുൾ കേര വലിയ നീലം തിമിംഗലം പോലത്തെ കേര അല്ല കേട്ടോ. ഒരു 100-400 രൂപ വില തന്നെ ഒരു കേര വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ നല്ല കഷ്ണങ്ങളൊക്കെ വേറെയും ഈ തല, വാല്, കണ്ണ്, മൂക്ക് അതൊക്കെ വേറെയും വാങ്ങിച്ചിട്ടാട്ടോ വന്നേക്കണത്. അപ്പം ഞാൻ നല്ല കഷ്ണങ്ങൾ മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് അച്ചാറുണ്ടാക്കി വെക്കാമെന്ന് ഓർത്തു. അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. നമുക്ക് വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണ്ടേ. അപ്പം ഞാനത് നന്നായിട്ടൊന്ന് കഴുകി ആദ്യത്തെ ചോരയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒരു 10 മിനിറ്റ് വെക്കും കേട്ടോ. അപ്പം മീനൊന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതൊരു ടിപ്പാട്ടോ. പിന്നെ ഒരു ടിപ്പെന്ന് വെച്ചാൽ ഞാൻ മീൻ എപ്പോൾ കൊണ്ടുവന്നാലും കഴുകി വെച്ചാലും അല്ലാതെ കൊണ്ടുവന്നാലും ഞാൻ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നിറച്ചും വെള്ളം ഒഴിച്ചിട്ടാട്ടോ ഫ്രീസറിലേക്ക് കയറ്റി വെക്കണത്. അപ്പോൾ മീനൊന്ന് പഴകിയ ചുകാന്ന് വെച്ചാൽ ഒരു ഉണക്കമീൻ വെച്ച ടേസ്റ്റ് ഉണ്ടാവില്ല ചില മീനുകൾക്ക്, അതുണ്ടാവില്ല കേട്ടോ. അപ്പം നമ്മുടെ ഇതാണ് തലയും വാലും. അത് ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു കേട്ടോ. ഇതാണ് അതിൻ്റെ തലയും വാലും മൂക്കും. ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് ഞാൻ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ. എനിക്കും ഡെയിലി 1-2 വീഡിയോ ഒക്കെ ഇടണ്ടേ. അപ്പോൾ അത് കാരണം ഞാനതങ്ങെടുത്ത് മാറ്റി വെച്ചു. അപ്പം നമ്മൾ വിനാഗിരി ഒഴിച്ച് വെച്ചേക്കണ താരത്തെ നമ്മളെടുത്ത് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഞാൻ മീൻ മുറിച്ച് വരുമ്പോഴത്തേക്ക് ഏകദേശം ഞരിവിരി ഉക്കിരി എന്നൊക്കെ പോകും. എന്നാലും ഞാനത് അതിൻ്റെ രീതിക്ക് ചെറുതായിട്ട് നമുക്ക് അച്ചാറിൻ്റെ വലുപ്പത്തിൽ, അച്ചാറിടാനുള്ള വലുപ്പത്തിൽ ഞാനൊന്ന് കണ്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനൊക്കെ കണ്ടിച്ച് വരക്കി അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വാൽത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെള്ളം പോയി ആ മീനൊന്ന് ഡ്രൈ ആയി കിട്ടി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിത് ആ പാത്രത്തിലേക്ക് ഇട്ടു. ഈ പൊടികളൊക്കെ ഇടുമ്പോൾ നമ്മൾ എത്ര മീൻ എടുക്കണമെന്ന് വെച്ചാൽ നമ്മൾ പെണ്ണുങ്ങളല്ലേ, അടുക്കളയിൽ പണിയണ ഏകദേശം പെണ്ണുങ്ങൾക്കൊക്കെ ഏകദേശം അറിയാമല്ലോ. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി ഉപ്പിട്ട് കേട്ടോ. ഉപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം ഇടാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുമ്പോൾ കൂടി പോകരുത് കേട്ടോ. കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മീൻ വറുത്തെടുക്കുമ്പോൾ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറും. എന്നിട്ട് പറയരുത് ബാനു വേൾഡിലിട്ട അച്ചാറുണ്ടാക്കിയത് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് എന്നെ പൊങ്കാലിടരുത് കേട്ടോ. ഞാനൊരു യൂട്യൂബ് തുടങ്ങണേ ഉള്ളേ. അപ്പോൾ നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചായിരുന്നു കേട്ടോ. അത് സ്കിപ്പ് ചെയ്തു പോയി. അത് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ തന്നെ. അപ്പോൾ അത് ഇളക്കുമ്പോൾ ഒന്ന് പൊടിഞ്ഞു പോകാതിരിക്കണേ. പൊടിഞ്ഞു പോകാതെ അതിൻ്റെ രീതിയിൽ പയ്യൊന്ന് മയത്തിൽ ആ മീനെ ഒന്ന് മയക്കി എടുക്കണം കേട്ടോ. കൈ പിടിച്ച് വലിച്ച് കുറച്ച് ഞാൻ പറഞ്ഞൊന്നും പറഞ്ഞത് ഇളക്കിയേക്കല്ലേ. അപ്പം ഞാനത് നന്നായിട്ട് എന്നിട്ട് ഈ മീൻ നമുക്ക് ഒരു 1 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിന് ശേഷം കേട്ടോ ഞാൻ ഈ മീൻ പൊരിച്ചെടുത്തത്. അപ്പോൾ അതിലേക്ക് ആ ഉപ്പും മുളകും കുരുമുളകിൻ്റെ ടേസ്റ്റും ഒക്കെ പിടിക്കും കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ആവശ്യം കുറച്ച് പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ട ഇത്രയും ക്വാണ്ടിറ്റി വെച്ചെടുത്തിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റായിട്ടിരിക്കും നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഞാനിത് എന്താണ് വീഡിയോയുടെ ഇടയ്ക്ക് ഞാൻ പറയാം കേട്ടോ ഇത് എന്തിനുള്ളതാണ്. അപ്പോൾ ഇതൊരു അത്യാവശ്യ കാര്യമാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ ഇന്ന് ഇടയ്ക്കൊന്ന് കാണിക്കാൻ പറയാതെ.
പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി വേണം. ഇത് എത്ര അളവെന്ന് വെച്ചാൽ ഞാൻ എടുത്തേക്കണ 3 ടേബിൾ സ്പൂണാട്ടോ. 3 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂണാട്ടോ. വശവശക്കൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്, ഫസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ ഉലുവാപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്ലെയിം ഓണാക്കി ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ സൂം ചെയ്ത് ഷൂട്ട് ചെയ്യും, അപ്പോൾ ചട്ടി അടുത്ത് കാണും. ഇടയ്ക്കൊന്ന് കുറച്ച് നേരം താഴ്ത്തി വെച്ചൊന്ന് ഷൂട്ട് ചെയ്യും, അപ്പോൾ ചട്ടി കുറച്ചും ദൂരെ കാണും. അങ്ങനെയൊക്കെ ആട്ടോ. അപ്പോൾ ഞാൻ പഠിച്ചു തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചോ. അപ്പോൾ ആവശ്യത്തിന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ മീൻ വറുക്കാനിട്ട് കൊടുക്കാം. ഈ മീൻ ഞാൻ 2 തവണയായിട്ടാണ് കേട്ടോ വറുത്തെടുത്തേക്കണത്. മീൻ വറക്കുമ്പോൾ ഒരുപാട് മുരിഞ്ഞു പോകരുത് കേട്ടോ. ഒരുപാട് മുരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് മീൻ അങ്ങ് ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കും, തിന്നാനൊരു സുഖം ഉണ്ടാവില്ല. നമുക്ക് 2 ബാച്ചായിട്ട് വറുത്തെടുക്കാം. പിന്നെ എൻ്റെ ഈ ചാനൽ കാണുന്നവർ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് കാണണം കേട്ടോ. എന്തെങ്കിലും ഒന്ന് പോരായ്മയൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ നിങ്ങളിൽ ഒരാളായിട്ട് എന്നെ കണക്ക് കൂട്ടണം കേട്ടോ. ഞാനിപ്പോൾ ബളബളബളാന്ന് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് പോലെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യണത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുക്കിംഗ് വീഡിയോ ഇടുന്നത് ഇത്ര അളവ് അങ്ങനെ ഇങ്ങനെ അതൊന്നും ഞാൻ പറയണില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു അച്ചാർ ഉണ്ടാക്കുന്നു, അതിലേക്ക് ആവശ്യമായ സാധനങ്ങളും ഒക്കെയാണ് ഞാൻ പറയുന്നത്. അതിനിടയ്ക്ക് നമുക്കൊന്ന് സംസാരിക്കുകയും ചെയ്യാം, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് 2-3 തവണയായിട്ടൊന്ന് മുരിഞ്ഞു പോകരുത് ഒരുപാട്. അങ്ങനെ നമുക്ക് തിരിച്ചും മറിച്ചിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ആദ്യത്തെ ബാച്ചൊന്ന് വറുത്ത് കോരിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പല്ലെടുക്കാൻ പോയിട്ട് വന്നു, വർത്താനം പറയാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു കോരിയെടുക്കണത്. അപ്പോൾ പല്ലടയ്ക്കാൻ പോയ കഥ പറഞ്ഞിട്ട് അതവിടെ അങ്ങ് കിടന്നു, ക്യാമറ അങ്ങ് മാറിപ്പോയി. അപ്പോൾ ആദ്യത്തെ നമുക്കത് കോരിയെടുക്കണത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനത് വറുത്ത് മാറ്റി വെച്ചേക്കണത് മാത്രമേ എനിക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അപ്പം പിന്നെ രണ്ടാമത് ഇടാമെന്ന് ഓർത്തു. ഇതിപ്പോൾ 2ാമത്തെ ബാച്ചാട്ടോ ഞാനിപ്പോൾ ഇടാൻ പോണത്. അപ്പോൾ വേറെ എന്താ വിശേഷം, ഇതങ്ങ് വറുത്ത് കോരി എടുക്കട്ടെ. അപ്പോൾ വീഡിയോയുടെ ഒരുപാട് ലെങ്തായി പോകണ്ടോ, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ. ഞാനിത് വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അതെ, ആദ്യത്തെ ബാച്ചാട്ടോ. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഒരു ബെസ്റ്റി പല്ലുവേനായിട്ട് വന്ന കാരണം അതങ്ങ് ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഞാൻ കോരി വെച്ചേക്കണത് കാണിച്ചു തരാം. ഈ പാകത്തിന് അതങ്ങ് കോരി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് 2ാമത്തെ ബാച്ചും കൂടി ഇട്ട് കൊടുക്കാം. എണ്ണയിലേക്ക് 2ാമത്തെ ബാച്ചും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒന്ന് വറുത്ത് കോരി എടുക്കാം കേട്ടോ. 2ാമത്തെ ബാച്ച് ഞാനൊന്ന് വറുത്ത് കോരുവാണേ. പിന്നെ എനിക്കൊരു അനുഭവം ഉണ്ടായത് പറയാം കേട്ടോ. എൻ്റെ യൂട്യൂബ് ചാനലിന് ഒരുപാട് സബ്ബൊന്നുമില്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ ഒരാളോട് പറഞ്ഞു എൻ്റെ ചാനലൊന്ന് സബ്ബ് ചെയ്യാമോന്ന്. അപ്പോൾ അയാൾ എന്നെ ഒന്ന് കളിയാക്കി കേട്ടോ, സബ്ബ് ചെയ്തു എന്നും പറഞ്ഞ്. അതെൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ എനിക്കുണ്ടായ ഒരു എന്താ പറയുക, ഭയങ്കര വിഷമമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ സ്നേഹിച്ചിരിക്കുന്നവരോട് അവരോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ നമ്മളങ്ങനെ പറയണത്. നമ്മളിപ്പോൾ ചാനൽ നമ്മൾ നന്നായി പോവോ നശിച്ചു പോവോ ഒന്നും നമുക്കറിയില്ലല്ലോ. പക്ഷെ അതെനിക്കൊരു ഭയങ്കര വിഷമമായിട്ട് മാറി കേട്ടോ. സബ്ബ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കിയപ്പോൾ ഇനിയിപ്പോൾ സബ്ബ് ചെയ്താലും നമ്മളത് അംഗീകരിക്കുന്നില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനൊക്കെ മീനൊക്കെ അങ്ങ് വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ എണ്ണ ഇപ്പോൾ ഒഴിക്കണ്ട കേട്ടോ. ആ എണ്ണ ഞാനിവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ വറുത്ത് കോരിയ വെളിച്ചെണ്ണ ഞാൻ ഇപ്പോഴല്ല കേട്ടോ ഉപയോഗിക്കണേ. ചിലതിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് വറക്കാനായിട്ട്, അതായത് കടുക് പൊട്ടിക്കാൻ എടുക്കണേ. ഞാൻ എടുക്കാറില്ല കേട്ടോ. ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അച്ചാറിലേക്ക് കടുക് ഇട്ട് കൊടുക്കാറില്ല. പിന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം.
ഇതൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായിട്ട് നമുക്ക് ഒരു പച്ചമണമൊക്കെ മാറി ഒരുപാട് ബ്രൗൺ കളറാവരുത്, അല്ലാത്ത രീതിയിൽ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഈ സിമ്മിലിട്ടാട്ടോ മീൻ വറുത്തതും ഈ ഇത് വഴറ്റിയെടുക്കണതും എല്ലാം സിമ്മിലിട്ടിട്ടാട്ടോ. അല്ലെങ്കിൽ സിമ്മിലിട്ടില്ലെങ്കിൽ അതെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണേ, സിമ്മിലിട്ടിട്ടൊന്ന് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്തിനോ പോയിട്ടോ, ഉപ്പെടുക്കാനാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചൊന്ന് ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിലേക്ക് ആ ഉപ്പൊന്ന് പിടിക്കും കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പിൻ്റെ അളവ് നമ്മൾ മീൻ വറക്കാൻ നേരത്ത് നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഇപ്പോഴാണ് തോന്നുന്നു കേട്ടോ ഉപ്പെടുക്കാൻ പോയത്. ഇങ്ങനെയൊക്കെയാന്നേ തുടക്കക്കാർക്ക് പറ്റുന്ന ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതിലൊന്നും രണ്ടും മൂന്നും അല്ല. അപ്പം ഞാൻ ശരിയാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ക്യാമറ ഒന്ന് ഇതായിപ്പോയി. അപ്പോൾ അതെ ക്യാമറ ഞാൻ സൂം ചെയ്ത് വെച്ചു. നിങ്ങൾക്ക് കാണാൻ പാകത്തിന് ക്യാമറ സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തുടക്കക്കാർ 2025 ചാനൽ തുടങ്ങിയ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ചാനൽ കാണുന്നുണ്ടോ? ഒന്ന് കമൻ്റ് ആക്കണേ. പിന്നെ ഒരേമ്പക്കം വന്നു കേട്ടോ. പിന്നെ ഞാൻ ഏത് യൂട്യൂബ് ചാനൽ കണ്ടാലും ഞാൻ സബ് ചെയ്യും കേട്ടോ. ഞാൻ സബ് ചെയ്യാത്ത ചാനലുകൾ ചുരുക്കമാണ്. കാര്യം എന്ന് വെച്ചാൽ ജീവിക്കാൻ വേണ്ടിയല്ലേ എല്ലാവരും അങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഉള്ളി ഒക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്താട്ടോ ഞാൻ ആ വറുത്ത് വെച്ചേക്കണ ഉപയോഗിച്ച എണ്ണയില്ലേ, ഈ സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാൻ ആ സമയത്ത് ഒഴിച്ചു കൊടുക്കാത്ത എന്നാന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിലേ ഈ എണ്ണ ഒഴിച്ചു കൊടുത്താൽ ഈ ഉള്ളിയും ഈ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഈ എണ്ണ അങ്ങ് കറുത്തു പോവും. അപ്പം നമ്മൾ അച്ചാർ ഉണ്ടാക്കി കഴിയുമ്പോൾ അച്ചാർ കറുത്തിരിക്കും, ശരിക്കും ബ്ലാക്ക് ഷെയ്ഡായിരിക്കും. എനിക്കതിനോട് താല്പര്യമില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ സമയത്താണ് നമ്മുടെ വറുത്ത് വെച്ച എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി കുറച്ചാട്ട ചേർക്കാമുള്ളൂ. അച്ചാർ കഴിക്കും ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ. ഉലുവയ്ക്ക് ഓൾറെഡി കയ്പ്പാലോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കൈ വിടരുത്, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒളിച്ചു വെച്ച സീക്രട്ട് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഇത് ഞാൻ വിനാഗിരിയും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ആറ്റിയെടുത്തതാട്ടോ. ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് വിനാഗിരി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമായത് കാരണം കേട്ടോ ഞാൻ കുറച്ച് വിനാഗിരിയുടെ കൂടെ വെള്ളം തിളപ്പിച്ച് ഊറ്റിയത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒന്ന് തിളച്ച് വരുമ്പോൾ നന്നായിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഉപ്പിൻ്റെ അളവ് അച്ചാറല്ല, എത്ര ഉപ്പിട്ടാലും അങ്ങ് കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വറുത്ത് വെച്ചേക്കണേ നമ്മുടെ മീനും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കേരമീനാട്ടോ. ഇത് ചൂരമീനും കൊണ്ട് ഉണ്ടാക്കാം, കേരമീനും കൊണ്ട് ഉണ്ടാക്കാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ വെച്ചിട്ടുണ്ടാക്കാറുണ്ട്. ചെറിയ ചാള കിട്ടില്ലേ, അന്നേരം ഞാനത് ചാള വെച്ചിട്ട് അച്ചാറുണ്ടാക്കാറുണ്ട്. അങ്ങനെ ഞാൻ മിക്ക മീനും വെച്ചിട്ട് അച്ചാറുണ്ടാക്കാറുണ്ട് കേട്ടോ. കേര ഇട്ട് അച്ചാറുണ്ടാക്കി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ കേര അച്ചാറും ഒരു മോരുകറിയും ഒരു തോരനും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കുറച്ച് ചോറ് തിന്നാം. ഒരു തവണയെങ്കിലും നിങ്ങളിങ്ങനെ അച്ചാറൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ഉപ്പും എരിവും ഒക്കെ പിടിച്ചിട്ട് ആ ഒരു കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ചോറിനാം കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. ഉലുവാപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരു നുള്ള്, ഒരുപാടൊന്നും സാമ്പാറും ചേർക്കണമല്ലോ, ചേർക്കല്ലേ. സാമ്പാറല്ല, ഇത് അച്ചാറാണേ. അപ്പോൾ എൻ്റെ ടേസ്റ്റി ആയ അച്ചാർ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തല്ല കേട്ടോ. നല്ല അച്ചാറാട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എല്ലാം
പാകത്തിനായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റോടുകൂടിയ അച്ചാർ നമുക്ക് കിട്ടിയിട്ടുണ്ട്.